നമസ്കാരം. ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത് വിജയ് പ്രധാന വേഷത്തിലെത്തി തിയേറ്റർ റിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. പ്രശാന്ത്, പ്രഭുദേവ, സ്നേഹ, മോഹൻ, അജ്മൽ, ജയറാം, ലൈല, യോഗി ബാബു, പ്രേംജി തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സംഭവത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. പ്രധാന കഥാപാത്രമായ ഗാന്ധി അവരുടെ ബോസ് ആൻഡ് ടീമിനെയൊക്കെ പരിചയപ്പെടുന്നു. അതിന് തുടർച്ചയായി കുറച്ച് കാര്യങ്ങൾ കൂടെ സിനിമ പറയുന്നുണ്ട്. ഗാന്ധി എന്ന കഥാപാത്രത്തെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു രീതിയിൽ അയാളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടെ ചേർത്ത് കഥ പറയുന്നു എന്ന് പറയാം. സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിം എന്നൊക്കെയാണ് റിലീസിന് മുന്നേ കേട്ടിരുന്നത്. ഒരു ശാസ്ത്രജ്ഞനും യുറാനിയം 235 ഇടയ്ക്ക് വരുന്നുണ്ട് എന്നതാണ് സയൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം എന്ന നിലയിലാണ് ഗോട്ട് വന്നിരിക്കുന്നതും. സാധാരണ വിജയ് പടങ്ങളിൽ കാണുന്ന മാനറിസം പരിപാടികളൊക്കെ ഇവിടെയും അവിടെയുമായി വെങ്കട് പ്രഭു ഗോട്ടിലും കൊണ്ടുവരുന്നുണ്ട്. പ്രഡിക്റ്റബിൾ കഥാന്തരീക്ഷത്തിലും വിജയ് ആരാധകരെ ത്രസിപ്പിക്കാൻ വെങ്കട് പ്രഭുവിനും ഗോട്ടിനും സാധിക്കുന്നുണ്ടോ എന്നതും ചിത്രത്തിൻ്റെ പേരിനോട് എങ്ങനെയാണ് നീതി പുലർത്തുന്നതെന്നും നമുക്ക് നോക്കാം അല്ലേ. പ്രകടനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ വിജയ് ഡബിൾ റോളിലാണ്. ഗാന്ധി എന്ന കഥാപാത്രമായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് പരാമർശിക്കുന്നത്. ഗാന്ധിയുടെ പഴയ കാലം പറയുന്നതിൽ വിജയ് രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിലുള്ള സീനൊക്കെ കിടലായിരുന്നു. ആ കഥാപാത്രത്തിന് തന്നെ പ്രായമായ കാലമാകുമ്പോഴേക്കും ഡയലോഗ് ഡെലിവറി അത്ര രസം തോന്നിയില്ല. രണ്ടാമത്തെ കഥാപാത്രം ട്രെയിലറിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പ്രായം കുറവുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. വിജയൻ്റെ പല കാലഘട്ടങ്ങളിലുള്ള സിനിമ കാണുകയും ആ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് സിങ്ക് ആവാൻ കുറച്ച് സമയമെടുത്തിരുന്നു. ഓവറോൾ നോക്കിയാലും ഡി ഏജിങ് പരിപാടിയൊക്കെ ഒരു ഓക്കെ ഫീൽ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില ആക്ഷൻസ് ഒട്ടും കൺവിൻസിങ് ആവാത്ത പോലെയും തോന്നി, പ്രത്യേകിച്ച് ഹൈപ്പർ ആവുന്ന മൊമെൻറ്റിലൊക്കെ. പ്രകടനത്തിൽ പറയേണ്ടതല്ല എങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്നത് തന്നെ ഇടയ്ക്ക് ഒരു ചോദ്യചിഹ്നമാവുന്നുണ്ട്. ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് ആ കഥാപാത്രത്തെ നമ്മളും കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോഴും ഈ ബിഹേവിങ് എന്നത് കൺവിൻസിംഗ് ആയി കൊണ്ടുവരാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുമില്ല. ഗാന്ധിയുടെ സഹപ്രവർത്തകരായ സുനിൽ എന്ന കഥാപാത്രമായിട്ടാണ് പ്രശാന്ത് എത്തുന്നത്. രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. കല്യാണായെത്തുന്ന പ്രഭുദേവ, നസീറായെത്തുന്ന ജയറാം, അജയായെത്തുന്ന അജ്മൽ അമീർ എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഗാന്ധിയുടെ സഹപ്രവർത്തകരായാണ് ഇവരൊക്കെ എത്തുന്നത്. അവർക്കൊന്ന് ഷൈൻ ചെയ്യാനുള്ള സ്പേസ് വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. സിനിമയിൽ പലപ്പോഴും പാസീവായി പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്പേസ് സിനിമയിൽ ലഭിക്കുന്നില്ല. സ്നേഹ, ലൈല, മീനാക്ഷി ചൗധരി എന്നിവർക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടെന്ന് തോന്നിയില്ല. യോഗി ബാബുവിൻ്റെ ചില കോമഡി സീനുകളൊക്കെ വർക്കായി. മോഹനാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ഗ്രാഫ് താഴേക്ക് വരുന്നതിൽ ഒരു കാരണം ഈ കാസ്റ്റിംഗ് തന്നെ ആയിരിക്കാമെന്ന് തോന്നുന്നു. ഒരു പഞ്ച് അല്ലെങ്കിൽ പവർഫുൾ എന്നത് മിക്ക സ്ഥലത്തും മിസ്സിംഗ് ആണ്. ആ ഒരു ട്രാക്ക് തന്നെ അതിനാൽ ഒട്ടും സിങ്ക് ആവാത്തതുപോലെയായിരുന്നു. ഫാൻ സർവീസ് പരിപാടികളും പഞ്ചില്ലാതെ പോകുന്ന അവസ്ഥയായിരുന്നു സിനിമയിൽ. യുവൻ ശങ്കർ രാജയാണ് സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പാട്ടുകളിൽ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു. പശ്ചാത്തല സംഗീതവും വലിയ രീതിയിൽ സിനിമയെ ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല. ചിലയിടത്ത് കേട്ടത് തന്നെ വീണ്ടും വരുന്ന അവസ്ഥ കൂടിയായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കഥ നടക്കുമ്പോൾ ആ ഇടത്തിൻ്റെ ഒരു ഫീലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. വിഷ്വൽസ് മൊത്തത്തിൽ കൊള്ളാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. VFX വർക്കുകൾ നോക്കിയാലും ഗംഭീരം എന്ന നിലയിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് വന്നതിൽ വെങ്കട് പ്രഭുവിൻ്റെ നല്ല വർക്കായി അനുഭവപ്പെട്ടത് മാനാടാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ഇവിടെ പറയാൻ കാരണം ആ ചിത്രത്തിൽ കണ്ട വെങ്കട് പ്രഭു ക്രാഫ്റ്റ് ഗോട്ടിൽ മിസ്സിംഗ് ആണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ജീവൻ എന്ന കഥാപാത്രത്തെ പരിഗണിക്കുന്നതിലാണ്. ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു വെച്ച് അടുത്തതിലേക്ക് പോകുന്നു എന്ന് മാത്രം ഡെപ്ത് ഒരു ഘട്ടത്തിലും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം ഗ്രാൻഡായി തന്നെയാണ് ചിത്രം ആരംഭിക്കുന്നത്. വിഷ്വൽസൊക്കെ കൊള്ളാം. പിന്നീട് അല്പമൊക്കെ പ്രഡിക്റ്റബിളായ വഴിയിലൂടെയാണ് സിനിമ പോകുന്നത്. ആ പ്രഡിക്റ്റബിൾ സാഹചര്യങ്ങളിലും ഒരു ഹൈ മൊമെൻ്റ് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെ ഗോട്ടിൽ കുറവാണ് എന്ന് തോന്നി. സാധാരണ വിജയ് ചിത്രങ്ങളിൽ നിന്നും ലഭിക്കാറുള്ള പഞ്ച് മൊമെൻറ്റ് കാര്യമായി ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ട്വിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. മേക്കിങ്ങിൽ അതൊരു ഇമ്പാക്റ്റ് നൽകി അവതരിപ്പിക്കാൻ പറ്റുന്നതുമില്ല. ആദ്യ പകുതി അത്യാവശ്യം ഫാസ്റ്റായി തന്നെ പോകുന്നുണ്ട് എങ്കിലും രണ്ടാം പകുതി എത്തുമ്പോൾ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്ന അവസ്ഥ കൂടെയായിരുന്നു. വില്ലനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ വലിയ സംഭവം എന്ന നിലയിലൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളിലെ ലോജിക്ക് മാറ്റിവെച്ചാലും അതിനേക്കാൾ സിമ്പിളായ വഴികൾ കാണുന്നവർക്ക് തന്നെ തോന്നുന്ന അവസ്ഥ കൂടെയുണ്ട്. പാട്ടുകൾ തീർത്തും അനാവശ്യം എന്ന പോയിന്റിൽ തന്നെ വരുന്നതുകൊണ്ട് കഥ എന്ന നിലയിൽ നോക്കിയാൽ വളരെ ഇമോഷണലായ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മൊമെന്റ്സ് ഉണ്ട്. ആത്മസംഘർഷങ്ങൾ എന്ന നിലയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം അത്തരം മൊമെന്റ്സിനെ. ഇവിടെ അത്തരം മൊമെന്റ്സ് എല്ലാം പ്ലെയിൻ ആയി തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. മെട്രോ ഫൈറ്റ് സീൻ, ക്ലൈമാക്സിലെ ഗസ്റ്റ് റോളുകൾ എന്നിവ രസമായിരുന്നു. പേരിൽ ഗ്രേറ്റസ്റ്റ് എന്നുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇറങ്ങിയ വിജയ് ചിത്രങ്ങളെ വെച്ച് നോക്കിയാലും വെങ്കട് പ്രഭു ചിത്രങ്ങളെ വെച്ച് നോക്കിയാലും ഗ്രേറ്റ് ആവുന്നതില്ല. അത്യാവശ്യം പ്രഡിക്റ്റബിളായ തിരക്കഥയിൽ പാട്ടും ഡാൻസും ആക്ഷനും തമാശയും സെന്റിമെന്റ്സും ട്വിസ്റ്റും ഒക്കെ ഗോട്ടിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആവേശം കൊള്ളിക്കുകയോ ഇമോഷണലി പ്രേക്ഷകനെ അടുപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടില്ല. അതുതന്നെയാണ് ഗോട്ട് എന്ന സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം. പിന്നെ 3 മണിക്കൂർ ദൈർഘ്യവും. ഓവറോൾ ഒരു ടൈം പാസ് ടിപ്പിക്കൽ പരിപാടി എന്ന നിലയിലാണ് എനിക്ക് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ചില സംഭവങ്ങൾ രസമായിട്ട് തോന്നി, പക്ഷേ ഓവറോൾ ഒരു ആവറേജ് അനുഭവം മാത്രമാണ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.